ഹായ് ഫിഷ് ലവേഴ്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിയുകയാണെങ്കിൽ ഓസ്കാർ ടാങ്ക് ക്ലീൻ ആക്കുന്നു. അതാണിപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഫിൽറ്റർ ടോപ്പ് ഫിൽറ്ററാണ്. അതിൻ്റെ വെള്ളം പോകുന്ന പൈപ്പ് നമ്മൾ ജനാലയ്ക്ക് പുറത്തൂടെ വെച്ചിട്ടാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നത്. അത് ഞാൻ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ടോപ്പ് ഫിൽറ്ററിലൂടെ ഇതാക്കുന്നത്. നമ്മൾ ഓസ്കാർ മീനിനെ ടാങ്കിൽ നിന്ന് ഒരു ബക്കറ്റിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇതിന് മെത്തിലിൻ ബ്ലൂ ബാത്ത് നൽകുന്നുണ്ട്. അത് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല, കാരണം അതിന് സ്ട്രെസ്സ് കുറയ്ക്കാൻ അതിൻ്റെ മേത്ത് ഇതിറ്റുങ്ങൾ തമ്മിൽ 2 ദിവസം മുന്നേ അടി കൂടിയിട്ടുണ്ടായിരുന്നു. കാണാൻ കഴിയും അതിൻ്റെ മേത്ത് ചെതുമ്പലുള്ള പോയത്. ഒക്കെ ഒന്ന് ഉണങ്ങാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇപ്പം വെള്ളം തീരാറായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വെള്ളം തീർന്ന് ഇപ്പം പുറത്തേക്ക് കൊണ്ടുവന്ന് അക്കൂറി ഒന്ന് കഴുകാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ഞാൻ ഇപ്പോൾ ചേരി വെച്ചിട്ടാണ് കഴുകുന്നത്. ഇപ്പോൾ നമ്മളതിൽ കഴുകണതൊന്നുമില്ല. ബ്രഷൊക്കെ വെച്ച് കഴുകുമ്പോൾ ഒര വരാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചേരി വെച്ചിട്ടാണ് കഴുകാറുള്ളത്. നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ലോണം അഴുക്ക വെള്ളത്തിൽ കാണാൻ പറ്റൂ. ഒരു കസാരേൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച്. ഇലയിൽ നിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒര വീഴും. ഓസ് വെച്ച് നല്ലോണം കഴുകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ മാത്രമല്ല കഴുകുന്നത്, പുറത്തും നല്ലോണം കഴുകുന്നുണ്ട്. അതാ ആ വെള്ളത്തിൽ കാണാൻ പറ്റൂ അഴുക്ക്. ഇതാ പുറത്ത് കഴുകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അതാ ഇപ്പം അതിൻ്റെ തിരിച്ച് വെച്ച് പുറത്തൊക്കെ നല്ലോണം കഴുകുന്നുണ്ട്. ഇനി നമ്മൾ ടോപ്പ് ഫിൽറ്ററിൻ്റെ ഫിൽറ്റർ കഴുകാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ സ്പോഞ്ചാണ് കഴുകാൻ പോകുന്നത്. സ്പോഞ്ചിൽ നല്ലോണം അഴുക്കുണ്ടാകാറുള്ളതാണ്. സ്പോഞ്ച് നല്ലോണം കഴുകാറുണ്ട്. ഇനി സ്പോഞ്ച് കഴുകിയതിന് ശേഷം അതിൻ്റെ അഴുക്ക് വെള്ളം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. ഇതിൽ ഏറ്റവും കൂടുതലുള്ള പെല്ലറ്റ് ഫീഡ് കൊടുത്തതിൻ്റെ വേസ്റ്റ് അടിഞ്ഞാണ്. പെല്ലറ്റ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് അഴുക്കാവും. നല്ലോണം കഴുകണം. അതിൻ്റെ അഴുക്ക് പോകുന്ന വഴി കഴുകണം. ഈ സ്പോഞ്ചിൻ്റെ ഗുണം ഇങ്ങനെ കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അതഞ്ഞ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ കളറാണ്. ഇത്ര അഴുക്കുണ്ടായിരുന്നു ആ സ്പോഞ്ചിൽ. നല്ല ചുവപ്പ് കളറ് ചളി മാതിരി ഉണ്ടായിന്. ഇനി നമുക്ക് സെറാമിക് റിങ്ങോ ഓടിൻ്റെ കഷ്ണമൊക്കെ കഴുകുക. ഇതൊക്കെ അക്വറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. കുറഞ്ഞ വില എന്തേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ടോപ്പ് ഫിൽറ്ററിൽ വെക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ സെറാമിക് റിങ്ങും ഓടും കഷ്ണവും കൂടി മിക്സ് ചെയ്തത് വെക്കുക. അത് നല്ലോണം വെച്ചതിന് ശേഷം ലെവൽ ചെയ്തിട്ടായിരിക്കണം വെച്ചിരിക്കേണ്ടത്. ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവും ആയിപ്പോയരുത്. നമ്മളിപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരേപോലെ ലെവൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച സ്പോഞ്ച് വെച്ചെടുക്കും. എത്ര കഴുകി കഴിഞ്ഞാലും കുറച്ച് അഴുക്ക് സ്പോഞ്ചിൽ നിന്ന് പോവില്ല. അതാണ് ആ സ്പോഞ്ചിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. ഇനി നമ്മൾ അക്വറി ഉള്ളിലേക്ക് കൊണ്ടുവന്നുണ്ട്. അക്വറിയത്തിലേക്ക് വെള്ളം ഫില്ല് ചെയ്യാം. വെള്ളം ഫില്ലായി പോകുമ്പോൾ ഓസ് വീഴാൻ പോകേണ്ടതിന് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിൽ വാങ്ങിയിരുന്ന 2 പെറ്റ ഫിഷ് ബ്രീഡിങ് ഇടുന്നതിന് മുന്നേ തന്നെ ഡെഡായി. എന്താണെന്നറിയില്ല. 2 ഒരു ദിവസം തന്നെയാണ് ചത്ത്. ഇതാ നമ്മളിപ്പോൾ
ഫിൽറ്ററിൻ്റെ അടിഭാഗം തൊടുന്ന വരെ ലെവൽ അത്രയും വെള്ളം നിറച്ചിട്ടുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ്. ഇതിനുശേഷം നമ്മൾ സോപ്പിൻ്റെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് ഗ്ലാസിൻ്റെ പുറത്തൊന്ന് തുടയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം 2 പിടി ഉപ്പേ ചേർക്കണുള്ളൂ. ഇനി ഇതാപ്പം മെത്തലിൻ ബ്ലൂവിൽ ബാത്ത് ചെയ്ത ഓസ്കാറിനെയാണ് ഇപ്പം നമ്മൾ പിടിച്ചിടാൻ പോവാണ്. ഇതിപ്പോൾ ഏറ്റവും കിള്ളയിൽ ചെറുതിനാണ് പെടുന്നത്. നല്ല കളറേഷൻ ഉള്ളതാണിത്. ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറവായിട്ട് തോന്നും. നല്ല കടും കളറുള്ളതാണ്. നല്ല ഭംഗിയാണ് കാണുമ്പോൾ. വീഡിയോയിൽ ക്ലിയറായിട്ട് കാണില്ല. ഇനി ഫിൽറ്റർ ഓൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടോപ്പ് ഫിൽറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. പിന്നെ നമ്മൾ മോൺസ്റ്റാർ ടാങ്കിൽ നമ്മൾ ഇനിയൊരു ഫിൽറ്റർ വെക്കുന്നുണ്ട്. ഈ അടുത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അക്വറിയത്തിൻ്റെ സൈഡ് വ്യൂ ആണ്. ബാക്കി സൈഡിലൊക്കെ ഇത്തിരി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തിരി സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യേണ്ടതെന്ന് എടുത്ത് ചെയ്യുന്നതാണ്. നമ്മൾ ഈ അടുത്തൊരു ഫിഷ് ഫാം തുടങ്ങാൻ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവിധ സപ്പോർട്ടും വേണം. ഇത് കുറേ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. എല്ലാവരെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫിൽറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്. ഓസ്കാറുകളൊന്ന് പേടിച്ചതിനെ കൊണ്ട് അതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.